ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബീഫ് കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരി വയ്ക്കണം. എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ്. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. കുക്കർ മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാം. നമ്മളതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്ന മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം മസാലകൾ. എന്നിട്ട് നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഇഷ്ടമില്ലാത്തവർക്ക് തൈര് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ബീഫ് ബിരിയാണി ആയതുകൊണ്ട്. നമ്മളൊരു ചെറുനാരങ്ങ നീരും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരി കഴുകി ഊറ്റി വയ്ക്കാം. കഴുകി വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് കഴുകി ഊറ്റി വെച്ചാൽ മതി. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഗരം മസാലയും മല്ലിയിലയും ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ വരുത്താം. ഒരു വിസിൽ മതി, അവിടെ അരി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ നെയ്യും മസാലയൊക്കെ പിടിച്ച് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.